ഹലോ ഗൈസ്, ഇന്നൊരു വാട്ടർ 8 ഡേ ആയാലോ. എൻ്റെ ചേട്ടൻ ഇങ്ങനെയുള്ള തീറ്റ വീഡിയോസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ നമുക്ക് അപ്പോൾ ഒരു ഷേക്ക് ഉണ്ടാക്കി തന്നു, ഒരു പ്രോട്ടീൻ ഷേക്ക്, കോംപ്ലാൻ എനർജി. അങ്ങനെ ബൂസ്റ്റിൻ്റെ എന്തോ കോംപ്ലാൻ്റെ എനർജി, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ രാവിലെ നല്ല സുട ദോശയും അമ്മയുടെ സ്പെഷ്യൽ മുട്ടക്കറിയും നല്ല ബൂസ്റ്റ് ഇട്ട് ചായയായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. എൻ്റെ അമ്മ ദോശയല്ല അപ്പം അല്ലാത്തൊരു സാധനമാണ് ഈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ഞങ്ങൾ ദൊപ്പം എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എനിക്കറിയത്തില്ല. ഓരോന്നൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പ് ആകുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോ പേരുകളിടുക, അങ്ങ് തരിക, ഇതൊക്കെ തന്നെ. പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ അങ്ങ് തിന്നും, അത്രേ ഉള്ളൂ. വീട്ടിലെപ്പോൾ പോയാലും ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് അമ്മ ഇങ്ങനെ മാറ്റി വെക്കും. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അമ്മ പണ്ടും കഴിക്കത്തില്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആണല്ലോ. അങ്ങനെ നമുക്ക് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഇത് ഞാനാണ് തിന്ന് തീർക്കുക. പിന്നെ ഒരു ഉച്ചരേക്ക് ആയപ്പോഴത്തേക്കും അമ്മ നല്ലൊരു ലഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ വെറുതെ എന്തിനാ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യുന്ന അടുക്കളയിലല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല. അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുക. നല്ല തലക്കറി ഉണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടാക്കിയ നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ഇലത്തോരൻ ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. പണ്ട് വീട്ടിൽ തലക്കറി വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു, തലഭാഗം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം വീട്ടിൽ എൻ്റെ ഒറ്റയ്ക്കുള്ള ഭരണമായതുകൊണ്ട് എനിക്കാണ് ആ തലയെല്ലാം കിട്ടുക. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴേ പറയും എനിക്ക് തല വേണം, തലക്കറി വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എല്ലാം മേടിച്ച് സെറ്റാക്കി വെക്കും. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് പുറത്ത് നല്ല അതേ മഴ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ നല്ല ചായ ഉണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഗീ റസ്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് മൂന്നും കൊണ്ടെല്ലാം കഴിച്ചു. ഇതെല്ലാം കൂടെ കഴിച്ച് വയറ് ഫില്ലായതുകൊണ്ട് രാത്രി എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. ആയതിനാൽ തന്നെ 2 പഴവും കുറച്ച് കപ്പയ്ക്ക, നിങ്ങളുടെ അവിടെ എന്താ പറയുന്ന അറിയത്തില്ല, പപ്പായ, ആ സംഭവം കൂടെ കഴിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.